ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അല്ലേ? അപ്പോൾ ഇതേ രാവിലെ നമ്മൾ ഇന്നലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തീരെ വെയിലൊന്നുമില്ല. ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തും വെയിൽ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഒരുപാട് വെയിൽ വരാൻ കാത്തു നിന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇവിടെ ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെയിലാവുന്നതിന് മുന്നേ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അപ്പൂസ് എന്നെ സഹായിക്കുന്നുണ്ട്. ക്യാമറാമാൻ മനു ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കാൻ പോകുന്നത് രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് മൈദ കൂടി കലർന്നിട്ടുള്ള പൊടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഗോതമ്പ് പൊടി മൈദ ചേർന്ന പൊടിയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് ഞാൻ ഇതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്ന് ആ ഒരു മിക്സ് ചെയ്ത പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ചപ്പാത്തിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പരത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി പക്ഷേ കഴിക്കുന്ന സമയത്ത് ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാണ് കേട്ടോ. മറ്റേ ചപ്പാത്തി അങ്ങനെയല്ല, നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്, കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത്രയും സോഫ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തി നമ്മൾ അതുപോലെ കടലക്കറിയാണ് ഉണ്ടാക്കിയത്. തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിക്കാൻ പോണത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മൈദയും അതുപോലെ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മാവ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ കുറച്ച് ഉപ്പും ഒരു പിഞ്ചുപ്പ്, പിന്നെ അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കലക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം ഒരു 2 പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പഴമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പകുതി മുറിച്ചതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 വീതം ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എണ്ണ ബാക്കിയാവും കേട്ടോ. ഇങ്ങനെ ബാക്കിയാവുന്ന എണ്ണ ഒരുപാട് ദിവസമൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ചാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് നമ്മളെ പഴംപൊരി കായ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പഴം തീരെ ചെറുതാക്കി ഒന്നല്ല കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 1-2 ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇവിടെ ഇത് സഹായിക്കാനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആളാണ് ഇങ്ങനെ മാവ് കലക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മാവും കൂടെ അതിൽ ഞാനൊന്ന് പഴം ഇല്ലാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചുക്കുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ കത്തിച്ച് അങ്ങനെ ചുക്കുവെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ച് ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മുഴുവൻ തേങ്ങയും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ അപ്പൂസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ചിരവി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ തീ കത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടിച്ചു വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ കുറേ നേരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചു വരാൻ വേണ്ടി സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഈ ടേബിളിൻ്റെ മുകളിൽ പേപ്പറൊക്കെ വിരിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ പൂച്ച വരുന്നുണ്ട്. അപ്പോൾ പൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലർജിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിത് വലിച്ച് കെട്ടി വെച്ചതാണ് കേട്ടോ. ഈ ഗ്രില്ലും ഉണ്ടായിരുന്ന സാരിയൊക്കെ. അപ്പോൾ അത് ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തെടുത്ത് അങ്ങനെ ലൂസായതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ച കയറി വരുന്നുണ്ട് സൈഡിൽ കൂടെ. എന്നിട്ട് അവിടെ ടേബിളിൽ
കയറി കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് ടേബിളിൽ നിറയെ രോമം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പണ്ട് മനു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൂച്ചരോമം പെട്ടിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ അവിടെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ഇഷ്ടം പോലെ പൂച്ച ഉണ്ടാവാറുണ്ട്, അകത്തു കൂടെ ഒക്കെ പൂച്ച പോകും കേട്ടോ. അപ്പം അങ്ങനെ അത് വയറ്റിൽ പെട്ടിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് വയറ്റിൽ നിന്ന് പോകാനുള്ള മരുന്നൊക്കെ തന്നു കേട്ടോ. വയറ്റിൽ ഇങ്ങനെ രോമം എന്തോ പെട്ടതാണ്, അപ്പോൾ അത് പോകാനുള്ള മരുന്ന് തന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എനിക്ക് ഈ സാധനങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. അതുവരെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാണാനൊന്നും ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതിന് ശേഷം എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ ഓടിക്കും കേട്ടോ. എന്താ പറയുക, ഒച്ച ഉണ്ടാക്കിയൊക്കെ നമ്മൾ ഓടിക്കില്ല, അങ്ങനെ ഓടിക്കും കേട്ടോ. പേടിയാണ്. പക്ഷേ എന്നാലും രാത്രിയാകുമ്പോൾ വരുന്നുണ്ട്. ഇനി എന്താകുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഗ്രില്ലിൻ്റെ സൈഡിലൊക്കെ രോമം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ പറ്റില്ല, ചെറിയ കുട്ടികളുള്ള സ്ഥലങ്ങളല്ലേ. അപ്പോൾ അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, പൂച്ചകളെടുത്ത് കളിപ്പിക്കുന്നതും വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് ടെൻഷനാണ് കേട്ടോ. എനിക്കിത് ആലോചിച്ചാൽ അപ്പോൾ ടെൻഷനാണ്. ഞാൻ എന്നിട്ട് ഇവിടെ കാണുമ്പോഴൊക്കെ ആട്ടി വിടും കേട്ടോ. പക്ഷെ ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇവർ അകത്തു കൂടെ നടക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത് ചെറിയവർക്കായാലും വലിയവർക്കായാലും അതേട്ടെ, കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അപ്പൂസും കൂടെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ട്, കാലി ചെടിച്ചട്ടികളാണ് കേട്ടോ. അപ്പോൾ അതിൽ 4-5 ചെടിച്ചട്ടിയിൽ ഞാൻ പത്തണി മുല്ല ഉണ്ടല്ലോ അത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വളർന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പുറത്തെ ചട്ടിക്ക് തന്നെ കുഴിച്ചിട്ട്, അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടിയാണല്ലോ, നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചട്ടിയാണെങ്കിൽ അധികം വളവും കാര്യങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളർന്ന് വന്നപ്പോൾ ചട്ടിക്കൊക്കെ കണ്ടില്ലേ, മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം 3 ചട്ടിയിലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് പെട്ടെന്ന് വളർന്ന് വന്നു കേട്ടോ. അങ്ങനെ വളർന്നതിൻ്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ വളർന്ന് വന്നതിന് ശേഷം ആണ് നമ്മളിത് ചട്ടിക്കൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി തന്നെ ഇവിടെ ഇങ്ങനെ കുറേ ചട്ടിയിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഒന്ന് മാറ്റി കുത്തലും അതുപോലെ നനയ്ക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോഴും അപ്പൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് പോയി ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. ഫോണൊക്കെ കയ്യിൽ പിടിച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന് രാത്രിക്ക് കറിയില്ലല്ലോ എന്നുള്ളത് കേട്ടോ. പിന്നെ എണീറ്റ് വേഗം പോന്നു കേട്ടോ. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ എന്ത് തേടിയാണ് വന്നിരിക്കുന്നത് എന്നറിയാമോ കൂട്ടുകാരെ? മുരിങ്ങ തേടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഒരു മുരിങ്ങ മരത്തുനിന്ന് മുരിങ്ങ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മുറ്റത്ത് കൂടെ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുമേൽന്ന് ഇതൊക്കെ തെഴുത്ത് വരികയാണ് കേട്ടോ. നമ്മളൊക്കെ വെട്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തെഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ തെഴുത്തിരിക്കണേന്ന് 1-2 കൊമ്പാണ് ഞാൻ പൊട്ടിച്ചെടുക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചപ്പൂസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കാൻ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പൊട്ടിക്കുന്ന സമയത്ത് കേട്ടു. അങ്ങനെ അത് ഞാൻ ഒരൊറ്റ മരത്തിൽ നിന്ന് 2-3 ചുള്ളി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള കറിയല്ലേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അത് തന്നെ എമ്പാടുമായിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ തേങ്ങ അരച്ചാണല്ലോ കറി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പൂസ് അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ഇല്ലി കൂടെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് നിലത്തേക്ക് വീഴാതെ പിടിച്ചെടുക്കുന്നത് ഒരു ടാസ്ക്കാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. മുരിങ്ങ പറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിലത്ത് വീഴാതെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വീട്ടിൽ പണ്ട് വലിയൊരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു. ആ മുരിങ്ങ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അച്ഛൻ തോട്ടിയിട്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ കമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത്, അതുപോലെ ഓരോ ചുള്ളി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടുതരുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിലത്ത് വീഴാതെ, കാരണം നമ്മൾ മുറ്റത്തിൻ്റെ സൈഡിലാണ് മുരിങ്ങമരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ ഇങ്ങനെ വലിയ മുറ്റായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് വേഗം ഇങ്ങനെ വീഴുന്ന സമയത്ത് അത് ക്യാച്ച് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും.
അപ്പോൾ അങ്ങനെ ദേ ഞാൻ മുരിങ്ങയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേ ഇത് അപ്പൂസിന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് ഇവിടെ ഇങ്ങനെ സിമൻറ്റൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ അടുക്കളേൻ്റെ ഇപ്പുറത്തെ ഡോർ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ നേരെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദേ തിണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സിമൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ തുടയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. അകം പോലെ തുടയ്ക്കുന്ന സ്ഥലം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട് എന്നും തുടയ്ക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് അപ്പൂസ് കളിക്കാറുള്ളത്. ഇവിടെ ഇരിക്കും. ഇവിടെ നമ്മൾ അകത്ത് നിലത്തിരിക്കുന്നത് പോലെ ഇതിപ്പോൾ അപ്പൂസ് ഇരിക്കുന്നത് കാണുന്നില്ലേ, അങ്ങനെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൂസിനെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ പേടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മുറ്റം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താഴ്ചയുള്ള സ്ഥലങ്ങളാണെന്നുള്ളത്. അതുകൊണ്ട് ആളെ അങ്ങനെ മുറ്റത്തേക്ക് വിടാനൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് നന്നാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് കാണുകയും ചെയ്യുക, ഒച്ച കേൾക്കുകയും ചെയ്യുക, അങ്ങനെയുള്ളൊരു രീതിയിൽ ഞങ്ങൾ ആക്കി വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഊരി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുരിങ്ങാക്കറി ഉണ്ടാക്കാൻ വന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഫ്രിഡ്ജിൽ ഞാൻ നേരത്തെ നാളികേരം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഉള്ളിയും ജീരകവും ചേർത്ത് അതും കൂടി ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചോറിന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5:30 ആയപ്പോഴേക്ക് ഞങ്ങൾ അടുക്കളയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസിനെ കുളിപ്പിക്കലും ഞാൻ കുളിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട്. ലൈവ് രാവിലെ 10:30ക്കും അതുപോലെ ഉച്ചയ്ക്ക് 2 മണി, പിന്നെ വൈകുന്നേരം 9 മണിക്ക് ശേഷം, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും ലൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഓക്കെ, ബായ്.